നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എറണാകുളം കുറുപ്പുപടിയിൽ നിന്ന് ഇക്കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കേൾക്കുന്ന ഒരു ക്രൂര വാർത്ത, മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന വാർത്തയാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. 12ഉം 9ഉം വയസ്സുള്ള 2 സഹോദരിമാർ, അവരെ ഇക്കഴിഞ്ഞ 2 വർഷമായി പീഡിപ്പിക്കുന്ന ധനേഷ് എന്ന യുവാവ്. ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ധനേഷിന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തത് ഈ പെൺകുട്ടികളുടെ അമ്മ തന്നെ. 12ഉം 9ഉം വയസ്സുള്ള ഈ 2 പെൺകുട്ടികൾക്ക് അമ്മയും ആൺസുഹൃത്തും ചേർന്നാണ് മദ്യം നൽകിയത്. പലപ്പോഴും മദ്യം നൽകി ഈ പെൺകുട്ടികളെ അവർ മയക്കിക്കിടത്തും. പിന്നീടാണ് ധനേഷിൻ്റെ ക്രൂര പീഡനം. പ്രതി ധനേഷ് വീട്ടിലെത്തുമ്പോഴെല്ലാം നിർബന്ധിച്ച് മദ്യം കുടിപ്പിക്കാറുണ്ട് എന്ന് ഈ സഹോദരിമാർ ഇപ്പോൾ പോലീസിന് മുന്നിൽ മൊഴി നൽകി. അമ്മയ്ക്കെതിരെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇതോടെ പോക്സോ കേസ് ചുമത്തി അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ പെൺകുട്ടികളുടെ കൂട്ടുകാരികളെയും ധനേഷ് ലക്ഷ്യമിട്ടിരുന്നു. കൂട്ടുകാരികളെ തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ ധനേഷ് മൂത്ത കുട്ടിയോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മൂത്ത പെൺകുട്ടി കൂട്ടുകാരിക്ക് അയച്ച കത്ത്, അതാണ് ഈ ക്രൂര സംഭവം പുറത്താകാനുള്ള കാരണം. മൂത്ത പെൺകുട്ടി കൂട്ടുകാരിക്ക് അയച്ച കത്ത് ക്ലാസ് ടീച്ചർ കണ്ടതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന ബലാത്സംഗ വിവരം പുറത്തു വരുന്നത്. 12 വയസ്സുകാരി നടന്നതൊക്കെ ക്ലാസ് ടീച്ചറോട് തുറന്നു പറഞ്ഞു. 2 വർഷത്തോളമായി ഈ പെൺകുട്ടികളെ ധനേഷ് എന്ന യുവാവ് അതിക്രൂരമായി പീഡിപ്പിക്കുന്നു. അതിനുവേണ്ട ഒത്താശയൊക്കെ നൽകുന്നത് ഈ സഹോദരിമാരുടെ അമ്മ തന്നെ. ഇവരുടെ അച്ഛൻ 2 വർഷങ്ങൾക്ക് മുൻപ് ചികിത്സയിലിരിക്കുന്ന സമയത്താണ് ധനേഷുമായി അമ്മയടുക്കുന്നത്. തുടർന്ന് ഈ പെൺകുട്ടികളുടെ അമ്മ ആൺസുഹൃത്തുമായി വളരെ അടുത്തു. അച്ഛനെ ചികിത്സിക്കാനായി ആശുപത്രിയിലേക്കും മറ്റും കൊണ്ടുപോയിരുന്നത് ധനേഷ് കുമാറിൻ്റെ ടാക്സിയിലാണ്. ഈ ഘട്ടത്തിൽ ധനേഷുമായി പെൺകുട്ടികളുടെ അമ്മ വളരെ അടുപ്പത്തിലായി. ഇതിനിടെ ചികിത്സയിലിരുന്ന അച്ഛൻ മരിക്കുന്നു. തുടർന്ന് ഈ വീട്ടിലേക്ക് ധനേഷ് കുമാർ കടന്നു വരുന്നു. പിന്നീട് ധനേഷ് കുമാർ ഇവർക്കൊപ്പം താമസമാക്കി. കുറുപ്പുംപടിയിൽ ഒരു വാടക വീട്ടിലായിരുന്നു ഈ കുടുംബം താമസിച്ചിരുന്നത്. എല്ലാ ആഴ്ചയിലും ധനേഷ് കുമാർ വീട്ടിലെത്താറുണ്ടായിരുന്നുവെന്നാണ് മൂത്ത പെൺകുട്ടി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. 2023 മുതൽ ഇയാൾ പെൺകുട്ടികളെ ശാരീരികമായി ഉപയോഗിച്ചു വന്നു. ഈ പെൺകുട്ടികളുടെ സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയയിൽ ധനേഷ് കാണുന്നു. തുടർന്നായിരുന്നു മൂത്ത പെൺകുട്ടിയോട് കൂട്ടുകാരിയെ പരിചയപ്പെടുത്തി തരണമെന്ന് ധനേഷ് ആവശ്യപ്പെടുന്നത്. ഒരു വശത്ത് ഈ പെൺകുട്ടികളുടെ അമ്മ, മറുവശത്ത് കൊച്ചു പെൺകുട്ടികളെ അതിക്രൂരമായി പീഡനത്തിനിരയാക്കിയ ധനേഷ് കുമാർ. എന്നിട്ടും അവൻ ആ പെൺകുട്ടികളുടെ കൂട്ടുകാരിയെ വേട്ടയാടാൻ നിശ്ചയിച്ചു. കൂട്ടുകാരിയെ പരിചയപ്പെടുത്തി തരണമെന്ന് നിരന്തരമായി മൂത്ത പെൺകുട്ടിയോട് ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഗത്യന്തരമില്ലാതെയാണ് മൂത്ത പെൺകുട്ടി കൂട്ടുകാരിക്ക് കത്തയക്കുന്നത്. ധനേഷിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കൂട്ടുകാരിയോട് വീട്ടിലെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മൂത്ത പെൺകുട്ടി കത്തെഴുതിയത്. അച്ഛന് നിന്നെ കാണണം എന്നായിരുന്നു കത്തിൽ ആവശ്യപ്പെട്ടത്. എന്തിനാണ് എന്നെ കാണുന്നത് എന്ന് കൂട്ടുകാരി മൂത്ത പെൺകുട്ടിയോട് ചോദിച്ചു. ഇതോടെ ഒട്ടനവധി സംശയങ്ങൾ ആ കൂട്ടുകാരിയിൽ ഉയർന്നു. തുടർന്ന് കൂട്ടുകാരി ഈ കത്ത് ക്ലാസ് ടീച്ചറെ കാണിക്കുന്നു. ക്ലാസ് ടീച്ചർ പോലീസിൽ വിവരമറിയിച്ചതനുസരിച്ചാണ് പെട്ടെന്ന് നിയമ നടപടികളിലേക്ക് കടന്നത്. ധനേഷ് കുമാർ പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്ത വിവരങ്ങൾ ഇപ്പോൾ പൂർണ്ണമായി പുറത്തു വരുന്നു. പെൺകുട്ടികളുടെ അമ്മയെ ഒഴിവാക്കാനാണ് താൻ ഇവരെ പീഡിപ്പിച്ചതെന്ന വിചിത്രവാദമാണ് പിന്നീട് ധനേഷ് പോലീസിന് മുന്നിൽ പറഞ്ഞത്. മജിസ്ട്രേറ്റ് കോടതി പെൺകുട്ടികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. പെൺകുട്ടികളുടെ സംരക്ഷണം ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു. ശനി ഞായർ ദിവസങ്ങളിൽ പതിവായി ധനേഷ് കുമാർ ഇവരുടെ വീട്ടിലെത്തും. ധനേഷ് ലൈംഗികമായി ഉപദ്രവിക്കുന്ന വിവരം പെൺകുട്ടികളിൽ ഒരാൾ സുഹൃത്തിനോടും പറഞ്ഞിരുന്നു. പീഡന വിവരം മറച്ചുവെച്ചതിന് അമ്മയ്ക്കെതിരെ ചുമത്തിയ പോക്സോ കേസിൽ നിർബന്ധിച്ചു മദ്യം നൽകിയെന്ന വകുപ്പ് കൂടി ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അമ്മ തന്നെയാണ് ഇവിടെ മുഖ്യ വില്ലത്തി. ധനേഷ് കുമാർ എന്ന തൻ്റെ ആൺസുഹൃത്തിന് കൊച്ചു പെൺകുട്ടികളെ കാഴ്ചവെച്ച അതിവിരൂപയായ കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട സ്ത്രീ എന്നിവരെ നമുക്ക് അഭിസംബോധന ചെയ്യേണ്ടി വരും. ഇതിനിടയിൽ അമ്മയിൽ നിന്ന് പുറത്തു വരുന്ന ചില വിവരങ്ങൾ, 2 പെൺകുട്ടികളെ തനിക്ക് കിട്ടിയില്ല എങ്കിൽ അമ്മയെ ഒഴിവാക്കുമെന്ന തരത്തിൽ ഇയാൾ ചില ഭീഷണികൾ പ്രയോഗിച്ചുവത്രേ. വിചിത്രമായ കാര്യങ്ങളാണ് ഈ സംഭവവുമായി പുറത്തു വരുന്നത്. അയ്യമ്പുഴ സ്വദേശിയാണ് ധനേഷ് കുമാർ. പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലെടുക്കുമ്പോഴും ഇയാൾക്ക് യാതൊരുവിധ കുറ്റബോധവുമില്ല. അമ്മയുടെ അറിവോടെയാണോ പെൺകുട്ടികളെ പീഡിപ്പിച്ചത് എന്നതറിയാൻ പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. സംഭവത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്ന വിചിത്ര മൊഴിയാണ് ആദ്യഘട്ടത്തിൽ അമ്മ പോലീസിന് മുന്നിൽ നൽകിയത്.
എന്നാൽ പിന്നീട് തെളിവുകൾ കോർത്തിണക്കി കൃത്യമായി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അവർ തലകുനിച്ചു നിന്നു. കുട്ടികളുടെ രഹസ്യമൊഴി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടയിൽ ഇത് സംബന്ധിച്ച കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചു. വിവരമറിഞ്ഞിട്ടും എന്തുകൊണ്ട് പോലീസിനെയോ മറ്റ് നിയമ സംവിധാനങ്ങളെയോ അറിയിക്കാൻ ഇവരുടെ അമ്മ തയ്യാറായില്ല എന്നതായിരുന്നു പോലീസിൻ്റെ ആദ്യ സംശയം. എന്നാൽ പിന്നീട് അമ്മ തന്നെയാണ് ഈ മഹാക്രൂരകൃത്യത്തിന് കൂട്ടുനിന്നത് എന്ന് പോലീസിന് വ്യക്തമായി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അമ്മയെ ചോദ്യം ചെയ്യാനായി കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു വരുത്തിയത്. ഈ കേസിൽ അമ്മയും പ്രതി ചേർക്കപ്പെടാനുള്ള സാധ്യത മുൻനിർത്തി തന്നെയാണ് കുട്ടികളുടെ സുരക്ഷ ഇപ്പോൾ ശിശുക്ഷേമ സമിതിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. തങ്ങളുടെ പിതാവിൻ്റെ മരണശേഷമാണ് ധനേഷ് കുമാർ കുടുംബവുമായി കൂടുതലെടുത്തത് എന്ന് പെൺകുട്ടികൾ മൊഴി നൽകി. നാളുകളായി പ്രതി തങ്ങളെ ലൈംഗികമായി ഉപദ്രവിക്കുന്നുവെന്നാണ് കുട്ടികൾ പിന്നീട് മൊഴി നൽകിയത്. ഗത്യന്തരമില്ലാതെ ഒരു സുഹൃത്തിനോട് ഇക്കാര്യങ്ങൾ പെൺകുട്ടി തുറന്നു പറഞ്ഞിരുന്നു. സുഹൃത്ത് ഈ വിവരം സ്കൂൾ അധികൃതരെ അറിയിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് മറ്റൊരു പെൺകുട്ടിക്ക് മൂത്ത പെൺകുട്ടി അയച്ച കത്ത് ക്ലാസ് ടീച്ചറുടെ കയ്യിലെത്തുന്നത്. അച്ഛന് വയ്യാതായപ്പോൾ സഹായിയുടെ വേഷത്തിൽ വീട്ടിൽ കയറിക്കൂടിയ ഒരു ടാക്സി ഡ്രൈവർ. അയാൾ പിന്നീട് ഈ പെൺകുട്ടികളുടെ അമ്മയെ വശത്താക്കുന്നു. ഒടുവിൽ ഇയാൾ പിച്ചി ചീന്തിയത് പറക്കമുറ്റാത്ത 2 പെൺകുട്ടികളെ. ഇത്തരം നരാധമന്മാരെ നമ്മുടെ നിയമ സംവിധാനത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ഈ പെൺമക്കളുടെ അഭിമാനവും ജീവിതവുമൊക്കെ ഇനി എങ്ങനെ തിരികെ കൊടുക്കാൻ കഴിയും നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക്? ഇത്തരം പ്രതികൾ ഇനി പുറം ലോകം കാണരുത്. ഈ പെൺകുട്ടികളെ പിച്ചിച്ചീന്തിയത് മാത്രമല്ല, അവരുടെ കൂട്ടുകാരികളെപ്പോലും അവൻ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി അവൻ വേട്ട തുടർന്നുകൊണ്ടേയിരുന്നു. ആ പെൺകുട്ടികളുടെ അമ്മ തന്നെയാണ് ഇതിലെ മുഖ്യപ്രതി. ധനേഷ് കുമാർ എന്ന നരാധമൻ അവൻ അർഹിക്കുന്ന ശിക്ഷ ഈ നിയമ സംവിധാനങ്ങൾ അവന് വാങ്ങിക്കൊടുക്കണം. ഇനി പുറം ലോകം കാണിക്കരുത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.